Hi friends, welcome to Competitive Cracker. ഞാൻ അഖില വിപിൻ. ഇനി നമ്മുടെ മുമ്പിലുള്ളത് 30 ദിവസം മാത്രമാണ്. സെറ്റ് എക്സാം ഫെബ്രുവരി 24-ാം തീയതിയാണ്. ആ 30 അല്ലെങ്കിൽ ഈ വരുന്ന 30 ദിവസം കൊണ്ട് ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നും അല്ലെ. സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു, പക്ഷെ വേണ്ട രീതിയിലുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. ഇനിയുള്ളതാണെങ്കിൽ വളരെ കുറച്ച് സമയങ്ങൾ മാത്രവും. ഇനി എങ്ങനെ ഞാൻ ഈ എക്സാം പാസ്സാകും എന്ന് നിരാശപ്പെടുന്ന പലരും ഉണ്ടാവും. നിരാശയൊന്നും പെടാനുള്ള സമയമായിട്ടില്ല. ഈ 30 ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഞങ്ങളോടൊപ്പം നിങ്ങളും പഠിച്ചു തുടങ്ങും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഈ 30 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഷോർട്ട് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ ഈ 30 ദിവസം കൊണ്ട് വിജയത്തിലോട്ട് എത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, നമുക്ക് ഇനി മുമ്പിലുള്ളത് 72 അവേഴ്സ് ആണ് അല്ലെ. ഈ 72 അവേഴ്സും നിങ്ങൾക്ക് ഇനി പുസ്തകം നോക്കി വായിച്ചു പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. നമുക്കുള്ളത് ലൈവ് ക്ലാസ്സുകളാണ്. ഈ ലൈവ് ക്ലാസ്സുകളിലൂടെ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വെച്ച് റിവിഷൻ ചെയ്യാനായിട്ട് സഹായിക്കും അല്ലെ. ഈ വരുന്ന അല്ലെങ്കിൽ ഓരോ വീക്കിലും നടക്കുന്ന 5-6 ലൈവ് ക്ലാസ്സുകളിലൂടെ, അതിനകത്ത് സബ്ജക്ട് ലൈവും വരും, അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ലൈവും വരും. ഇതിനകത്തൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇനി ഒരു എൻറ്റയർ സിലബസ് ഒന്നും പഠിച്ച് എക്സാം എഴുതാനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പോർഷൻസ് വെച്ച് വേണം നമ്മൾ ഇനി പഠിച്ചു തുടങ്ങാനായിട്ട് അല്ലെ. ഡെയിലി ഷെഡ്യൂൾസ് നിങ്ങൾക്ക് വളരെ നേരത്തെ കിട്ടും അല്ലെ. നമ്മൾ ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ 30 ഡേയ്സിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ എല്ലാം നമ്മളിവിടെ സെറ്റാണ്. അതുകൊണ്ട് തന്നെ നാളെ എടുക്കാൻ പോകുന്ന ക്ലാസ് ഏതാണെന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ വരാൻ പോകുന്ന ലൈവുകൾ ഏതാണെന്നും ആരാണ് ആ ക്ലാസ് എടുക്കുന്നതെന്നും ഏതെല്ലാം പോർഷൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും നിങ്ങളെ വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ആ ലൈവിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ലൈവ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെ ചേർന്ന് കഴിഞ്ഞാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ വിജയം സുനിശ്ചിതമായിട്ട് നേടാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഏത് ലൈവ് ആണെങ്കിലും ആ ലൈവിന് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നേടിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഷോർട്ട് ടൈമിൽ എങ്ങനെ പഠിച്ചു തീരും അതും നിങ്ങളുടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ ദിവസം എന്ത് പഠിക്കണമെന്ന് ഡെയിലി സ്റ്റഡി പ്ലാനിലൂടെ ഞങ്ങൾ പറഞ്ഞു തരും അല്ലെ. ഇപ്പൊ രാവിലെ 2 ലൈവ് ഉണ്ടെന്ന് വിചാരിക്കുക. രാവിലെ ഒരു സബ്ജക്റ്റിന്റെ ലൈവും ഉച്ച കഴിഞ്ഞിട്ട് ഒരു ജനറൽ പേപ്പറിന്റെ ലൈവും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെ. ആ ജനറൽ പേപ്പറിന്റെ ലൈവ് ആണെങ്കിലും സബ്ജക്ട് പേപ്പറിന്റെ ലൈവ് ആണെങ്കിലും വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന പോർഷൻസിൽ നിന്നാണ് ലൈവ് വരുന്നത്, ഇന്ന പോർഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ വരുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതും എന്തായിരിക്കും? ആ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നമുക്ക് ഇനി ഒരു പ്ലാൻ വെച്ചല്ലാതെ, ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനിലൂടെ അല്ലാതെ ഈ 30 ഡേയ്സ് കൊണ്ട് ഇത്രയും വലിയൊരു സിലബസിനെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? സാധ്യമാകില്ല. മോഡൽ എക്സാംസ് അടുത്തതാണ്. നമ്മുടെ ഒരു ഏറ്റവും വലിയ ഫീച്ചേഴ്സ് ആണ് മോഡൽ എക്സാംസ് അല്ലെ. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇത്രയും ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ഏകദേശം ഒരു 1800ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അതിനകത്ത് ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ സബ്ജക്ട് പേപ്പറിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഏകദേശം നമ്മുടെ ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഒരു പറഞ്ഞ സമയം കൊണ്ട്. കാരണം നമ്മൾ ഇത്രയും ലൈവുകളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്രയും പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെ. നമുക്ക് ആ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്കൊരു പാറ്റേൺ നമുക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം എല്ലാ പോർഷൻസും വെച്ചാൽ എൻ്റെ പോർഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പേപ്പറിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ മോഡൽ എക്സാംസിനോടൊപ്പം കവർ ചെയ്ത് പോയിട്ടുണ്ടാകും. പിന്നെയും ഉണ്ട് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെ. ഏകദേശം ഒരു സ്പെഷ്യൽ റിവിഷൻ സ്റ്റഡി കൂടി നിങ്ങൾക്ക് വരും. ഏറ്റവും ലാസ്റ്റ് സമയങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും നിങ്ങളുടെ മുമ്പിലോട്ട് എന്തെത്തും? ഒരു സ്പെഷ്യൽ റിവിഷൻ സ്റ്റഡി ടൈം ടേബിളുമായിട്ട് ഞങ്ങൾ എത്തും. ഈ സ്പെഷ്യൽ റിവിഷൻ ടൈം ടേബിൾ എന്ന് പറയുന്നത് അവസാനത്തെ 15 ദിവസത്തെ അല്ലെങ്കിൽ അവസാനത്തെ 15 ദിവസത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. ഇതിനകത്ത് നമ്മൾ ഇത്ര നാളും പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി റിവൈസ് ചെയ്യും. വെറുതെ റിവൈസ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യും? ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യും അല്ലെ. ഈ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾ ഏകദേശം 5000 ക്വസ്റ്റ്യൻസോളമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഈ 1000 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ആ ഓൾമോസ്റ്റ് പോർഷൻസ് എല്ലാം കവർ ചെയ്യാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മനസ്സിലാക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയാം ഇതിനകത്തൊരു നെഗറ്റീവ് മാർക്കില്ല. ഏകദേശം ഒരു ഐഡിയ ഉള്ള ഒരാളെ സംബന്ധിച്ച് ആ എക്സാംസ് എഴുതുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഈ 30 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും വിചാരിച്ച് നിരാശപ്പെടുകയോ ഇല്ലെങ്കിൽ വിഷമിക്കുകയോ ഒന്നും വേണ്ട, ആശങ്കപ്പെടുകയും വേണ്ട. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ CC യിലേക്ക്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്